ടീം ബെയർഫുട്ട് ടീം പേഴ്സേഴ്സിനെ ഒരിക്കൽ കൂടി ചാലഞ്ച് ചെയ്തു. അവസാന നിമിഷത്തിലാണ് കാൾ മാച്ചിന് വന്നത്. ഒരിക്കൽ കൂടി ഐസക്കിനെ വിശ്വസിക്കാമെന്ന് വാക്കും തന്നു. മാച്ച് തുടങ്ങിയതിനു ശേഷം സാറ്റലൈറ്റ് അവന്റെ സിഗ്നേച്ചർ മൂവ് ഗ്രാവിറ്റി ട്രിബിൾ ആദ്യമായിട്ടാണ് എടുത്തത്. അവന്റെ എതിരെ കളിച്ച കളിക്കാരൻ ഓംനി ഡയറക്ഷണൽ ടാക്കിൾ ഉപയോഗിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും സാറ്റലൈറ്റിന് പേഴ്സേഴ്സിന്റെ ഡിഫൻസ് തകർക്കാനായില്ല. ടീം പേഴ്സേഴ്സ് ആണെങ്കിൽ ഒരു ഗോളും അടിച്ചു. എന്നാലും ഐസക് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. മെത്തിനോട് പറഞ്ഞു ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് തുടർച്ചയായിട്ട് അടിച്ചേക്കാൻ. ഈ സ്ട്രാറ്റജി ഫലിക്കുമോ? ബോൾ തട്ടിയെടുക്കാൻ നോക്ക്. ഇതൊരു ഗോളാണ്. സ്കോർ ഇപ്പോ 1-0 നിൽക്കുന്നത്. ടീം ബെയർഫുട്ട് ആണെങ്കിൽ ഇതുവരെ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. മാച്ച് തുടങ്ങിയിട്ട് 25 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മളാണ് ഇപ്പൊ കിക്ക് ഓഫ് ചെയ്യുന്നത്. അവരിപ്പോ ഡിഫൻസ് ചെയ്യൂ, നമ്മളാണ് ശരിക്കും അറ്റാക്ക് ചെയ്യേണ്ടത്. അത് ശരിയാണ്. ഒരു ഗോൾ മാത്രം അടിച്ചാൽ മതിയല്ലോ. നമുക്ക് ആ ഗോൾ എങ്ങനെയും നേടണം. ബെയർഫുട്ട് ഗോൾ അടിക്ക്. ടീം ബെയർഫുട്ട് ആണ് ഓഫൻസിൽ കളിച്ചോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അവരൊരു ഗോൾ അടിക്കുമോ? അതെല്ലാം ഐസക്കിന്റെ സ്ട്രാറ്റജി അനുസരിച്ചിരിക്കും. നമുക്ക് കാണാം. എന്തൊക്കെയായാലും കൗണ്ടർ ചെയ്യുന്നത് ടീം പേഴ്സേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കും സാറ്റലൈറ്റിനെ പിടിക്കാൻ പറ്റില്ല. സാറ്റലൈറ്റിന് അടുത്താണ് ബോൾ ഇപ്പോൾ ഉള്ളത്. അവൻ മിത്തിന്റെ അടുത്തേക്ക് ബോൾ ഇപ്പൊ പാസ് ചെയ്തിരിക്കുന്നു. വളരെയധികം സ്പീഡിലാണ് മിത്ത് മുന്നിലേക്ക് പാഞ്ഞോണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മെത്ത് ഇപ്പൊ ഷോട്ട് അടിക്കേ. വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ അടിച്ചോ. മിത്ത് വീണ്ടും ലെഫ്റ്റ് കോർണറിലേക്ക് ബോൾ അടിച്ചിരിക്കുന്നു. എന്റെ ഐസക്ക് ഇനി മേലല്ല അവനോട് കോർണറിൽ അടിക്കാൻ പറയില്ല. നമുക്ക് ജയിക്കണമെങ്കിൽ ഒരു ഗോൾ എടുത്തേ തീരൂ. അല്ല, കഴിഞ്ഞ മാച്ചിൽ ഇതേ മൂവ് ആയിരുന്നല്ലോ. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പുതിയ ടാറ്റിക് ഉപയോഗിക്ക്. നോക്കൂ കോൾ, ആ ടീമിലുള്ള ഷാഡോ ഭയങ്കര മിടുക്കനാ. നമ്മളുടെ പ്ലെയേഴ്സ് അവനെ പോലെ മിടുക്കനല്ല. അവനെ എതിർക്കാനുള്ള സ്കിൽസ് കുറവാണ്. അപ്പർ ലെഫ്റ്റ് കോർണറിൽ അടിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ആ കോർണറിൽ തന്നെ ബോൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എത്ര പറഞ്ഞാലും നീ എന്നെ വിശ്വസിക്കുന്നില്ല. എന്റെ ഒപ്പം നിൽക്കാതെ നീ ഇങ്ങനെ പിന്മാറിയാൽ അത് ഒട്ടും ശരിയല്ല. നിന്റെ കോയിൻ നീ പുറത്തെടുക്ക്. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ടോസ് ഇടാം. ഞാൻ ഹെഡ്സ് പറയുന്നു. ഞാൻ ജയിച്ചാൽ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ശരി, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നീ ടോസ് തോറ്റാൽ മേലാൽ കോർണറിൽ ബോൾ അടിക്കരുത്. കോയിൻ ടോസിൽ കോളിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. ഞാൻ ഒരിക്കലും തോക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ തന്നെ പറഞ്ഞത് കോയിൻ ടോസ് ഇട്ട് നോക്കാന്ന്. ഒരുപക്ഷെ ജയിക്കുന്നുള്ള വിശ്വാസം അവനുണ്ടാകുമോ? ആ ടാറ്റിക് ഉപയോഗിച്ചാൽ നമുക്ക് ഗോള് കിട്ടുമെന്ന് ഉറപ്പാണോ? 100%. എന്നാ പിന്നെ ഞാൻ കോയിൻ നോക്കുന്നില്ല. ഇത്തവണ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഇതിൽ തോറ്റാൽ ഞാൻ പറയുന്ന പോലെ തന്നെ നീ ചെയ്യണം. നീ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞതേ സംഭവിക്കൂ. നോക്കൂ കൂട്ടുകാരെ, എല്ലാവരും നമ്മുടെ മിത്തിനെ ശ്രദ്ധിക്കണം. അവസരം കിട്ടിയാൽ ഷോട്ട് അടിക്കാൻ സഹായിക്കണം. ടീം പേഴ്സേഴ്സ് 2 ബെയർഫുട്ട് പ്ലേയേഴ്സിനാണ് ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത്. പക്ഷേ മിത്ത് വളരെ ഭംഗിയായിട്ടാണ് ബോൾ തട്ടിയെടുത്തിരിക്കുന്നത്. മിത്ത് ബോൾ കൊണ്ട് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് വരുന്നുണ്ട്. ടീം ബെയർഫുട്ടിന്റെ ലാസ്റ്റ് ചാൻസ് ആണിത്. ഗോൾ അടിക്കാൻ ഒരു അവസരം കൂടെ. ബോൾ തടയാൻ ഷാഡോ കോർണറിൽ തന്നെയുണ്ട്. വീണ്ടും ലെഫ്റ്റ് കോർണറിൽ തന്നെയാണോ അടിക്കാൻ പോകുന്നത്? എവിടെയാണോ അടിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. മിത്ത് പലതവണ ലെഫ്റ്റ് കോർണറിലേക്ക് ബോൾ അടിച്ചിരുന്നു. പക്ഷേ അവസാനം ലെഫ്റ്റ് കോർണറിൽ ഗോൾ അടിച്ചത് ഒരു ഗോളായി മാറി. ഗോൾ അടിച്ചു. അങ്ങനെ അവസാനം ടീം ബെയർഫുട്ട് ഒരു ഗോൾ അടിച്ചിരിക്കുന്നു.
സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് ഇരു ടീമുകളും 1-1 ഗോളിലാണ് ഇരിക്കുന്നത്. നീ ജയിച്ചല്ലോ. എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല, നേരത്തെ അടിക്കാൻ പറ്റാത്ത ഗോൾസ് ഒക്കെ ഇപ്പൊ എങ്ങനെ അടിച്ചു? നമുക്ക് ജയിക്കാൻ അവിടെ സഹായം കിട്ടിയ. അപ്പൊ മോളില് നമുക്കൊരു കളിക്കാരൻ ഉണ്ടല്ലേ? ഓ അടിപൊളി അടിപൊളി. കളിക്കാരനല്ല സൂര്യൻ. നീ എന്താ പറഞ്ഞേ? സൂര്യനോ? ഞാനും അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അതേ കോൾ, നീ പറഞ്ഞത് ശരിയാണ്. സൂര്യൻ കാരണമാണ് നമ്മൾ ജയിച്ചത്. ജിജിഒ ഫുട്ബോൾ പ്ലെയേഴ്സിന് മനുഷ്യരെ പോലെ ഒരു കണ്ണുണ്ട്. വെളിച്ചത്തിന്റെ രീതി അനുസരിച്ച് ആ കണ്ണിലുള്ള പ്യൂപ്പിൾസ് വികസിക്കും. സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ഹാഫ് സെക്കൻഡ് കണ്ണൊക്കെ ഇരുട്ടാവും. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഇതിനായിട്ടാണ് വെയിറ്റ് ചെയ്തത്. ആ ഓഫീസ് ബിൽഡിംഗിൽ സൂര്യപ്രകാശം അടിക്കാൻ ഞാൻ കാത്തിരുന്നു. ബിൽഡിംഗിലുള്ള സൂര്യപ്രകാശം ആ അപ്പർ ലെഫ്റ്റ് കോർണറിലേക്ക് ബ്രൈറ്റ് ആയിട്ട് അടിക്കും. അതാണ് അവരുടെ വീക്ക് പോയിന്റ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഗോൾ അടിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ വീട്ടിലിരുന്ന് അന്ന് റിസർച്ച് ചെയ്തോണ്ടിരുന്നത്? കാരണം ഇതാണ്, ഈ ഗ്രൗണ്ടിൽ മാത്രമാണ് നമുക്ക് സൂര്യ വെളിച്ചത്തിന്റെ ആവശ്യം വന്നത്. സോ നമുക്ക് സൂര്യ വെളിച്ചവും പിന്നെ ടൈമിങ്ങും ഒന്നിച്ചു വന്ന് ഗോൾ അടിക്കാൻ സഹായിച്ചു. പിന്നെ നിന്റെ ഫാൻസും നിന്നെ സഹായിച്ചല്ലോ. ലാസ്റ്റ് മാച്ചിൽ നീ എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ പറയാ, ഇന്നലെ ക്ലൗഡ് ആയതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ വെതർ ചെക്ക് ചെയ്തു. ഉച്ച കഴിഞ്ഞ് വെയിലുണ്ടാവുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. നല്ല വെയിലുള്ള വരയ്ക്കും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. എന്റെ ഐസക്ക്, നീ ആളും എടുക്കും തന്നെ കേട്ടാ. ഐസക്, നീ ഒരു എക്സ്പേർട്ട് ആണ്. ജിജിഒ ഫുട്ബോളിന്റെ സെക്കൻഡ് റൗണ്ടിന്റെ ക്വാളിഫയിങ് ഗെയിം ദാ ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. സ്കോർ ഇപ്പോ 1-1 നിൽക്കുന്നത്. ഇതൊരു ഡെഡ് ലോക്ക് ആണ്. ആരാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാൻ പറ്റുമെന്ന് ഈ അടുത്ത 45 മിനിറ്റിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ഇനി ഒന്നിനും കാക്കണ്ട, പെട്ടെന്ന് ഗോൾ അടിക്കാൻ തുടങ്ങിക്കോ. ഞാൻ വിചാരിച്ച പോലെ അല്ല അവര് കളിക്കുന്നത്, പക്ഷെ സാരമില്ല. ഷാത്ര ആൻഡ് കാസ്കറ്റ് മിത്തിനെ മാർക്ക് ചെയ്യ്. ന്യൂക്ലിയസ് ആൻഡ് കോബ്ര, നിങ്ങൾ മുമ്പോട്ട് പോ. നമുക്ക് ഈ കളി ജയിച്ചേ പറ്റൂ. കമോൺ, ആ ബോൾ തിരിച്ചെടുക്കാൻ നോക്ക്. അങ്ങനെയല്ലേ അവരുടെ ഗെയിമിൽ തന്നെ അവരെ നമുക്ക് തോപ്പിക്കാൻ പറ്റുള്ളൂ. ടീം പേഴ്സേഴ്സിന്റെ പ്ലേയേഴ്സ് ടീം ബാർഫുട്ടിന്റെ പ്ലേയേഴ്സിനെ ആദ്യം തന്നെ ടാക്കിൾ ചെയ്യാൻ നോക്കുകയാണ്. അവർ ഷോട്ട് അടിക്കാതിരിക്കാൻ ഇവർ ചെയ്യുന്ന സൂത്രമാണോ ഇത്? പേഴ്സേഴ്സ് ടീം ബാർഫുട്ട് ടീമിനെ ശരിക്കും വളഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യം ഷോട്ട് അടിക്കാൻ ഫ്രോസനാണ് അവസരം കിട്ടിയിരിക്കുന്നത്. ഫ്രോസൻ, നിനക്ക് ബോൾ പാസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഷോട്ട് അടിക്ക് വേഗം. ഒന്ന് വേഗാവട്ടെ ഫ്രോസൻ. ഫ്രോസൻ ബോൾ ആയിട്ട് എത്തി കഴിഞ്ഞിരിക്കുന്നു. അവൻ പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നിരിക്കുന്നു. ഷാഡോ ബോൾ കൈക്കലാക്കിയല്ലോ. എന്തായാലും നല്ല കാര്യം തന്നെ. വാവ്. തമാശ ഒന്നല്ല, അവര് അത്രയ്ക്ക് കോൺഫിഡന്റ് ആണോ? ഓക്കെ ഫ്രോസൻ, ഇതാണ് നിന്റെ സമയം. ഷാഡോ ഗോൾ പോസ്റ്റ് വിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇത് വളരെ റിസ്കിയാണ്. ഷാഡോ വളരെ ഭംഗിയായിട്ടാണ് ബോളിനെ തടഞ്ഞിരിക്കുന്നത്. ഷാഡോ കാരണം ഗെയിം തന്നെ ഇപ്പൊ മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ ബോൾ ന്യൂക്ലിയസിന്റെ കയ്യിലാണ്. എന്റെ അമ്മോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ പിന്നിൽ പോയി ടൈറ്റനെ സഹായിക്ക്. സ്കോർ ഇപ്പൊ 2-1 ആണ്. ബാർഫുട്ട് ഇനി ഒരു ഗോൾ അടിച്ചേ പറ്റൂ. പേഴ്സേഴ്സിനെതിരെ വീണ്ടും അവർക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ? സാറ്റലൈറ്റ്, നീ അടുത്തു വാ. അവിടെ വന്ന് കോബ്രയെ മാർക്ക് ചെയ്. ടൈറ്റൻ, ന്യൂക്ലിയസെ തടയ് വേഗം. കോബ്ര ലെഫ്റ്റ് കോർണറിൽ നോക്കിയടിക്ക്. വേഗമാകട്ടെ, ആ ഷോട്ട് എത്രയും പെട്ടെന്ന് തടയ്. ഈ ഷോട്ട് കഴിഞ്ഞ പ്രാവശ്യം മിത്തടിച്ച ഷോട്ട് പോലെ തന്നെയുണ്ട്. പക്ഷേ ഷാഡോന് ഇത് തടയാൻ കഴിഞ്ഞതായിരുന്നു. ടീം ബാർഫുട്ട് ഒരു പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. Come on, നിന്നെ കൊണ്ട് സാധിക്കും. ഹോ. വളരെ ഭംഗിയായിട്ട് ഗോൾ തടഞ്ഞിരിക്കുന്നു. അതിശയം തന്നെ, നന്നായി കളിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് എങ്ങനെയാ ഗോൾ തടയാൻ കഴിഞ്ഞത്? നമ്മളുടെ ട്രിക്ക് തന്നെ നമുക്ക് നേരെ ഉപയോഗിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ കണ്ണിൽ ഞാൻ ലൈറ്റ് ഫിൽറ്റർ ആഡ് ചെയ്തത്. കൊള്ളാം, നിങ്ങളുടെ കളി ഞങ്ങളുടെ അടുത്ത് പറ്റില്ല. അത് നിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ കൊള്ളാം കേട്ടോ. ന്യൂക്ലിയസ് ആൻഡ് കോബ്ര, പ്ലാൻ ചേഞ്ച് ചെയ്യ്. നമുക്ക് ഫുൾ ഓൺ അറ്റാക്കിലേക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞു.
നിനക്ക് പറ്റാവുന്നിടത്തോളം നീ കളിക്ക്. നമുക്കിനി ഒരു ഗോളും കൂടി അടിച്ചാ മതി. സാറ്റലൈറ്റ് സൂക്ഷിക്ക്. ഇപ്പൊ ബോൾ ടീം പേഴ്ഷ്യസിനടുത്താണ്. ഗോൾ അടിക്കാനാണ് അവരുടെ അടുത്ത ഉദ്ദേശം. രണ്ട് പ്ലേയേഴ്സും ബോൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കത് ചെയ്യാൻ പറ്റും കോബ്ര. കോബ്രയുടെ രണ്ട് സൈഡിലും ബെയർഫുട്ടിലെ പ്ലേയേഴ്സ് ആണ്. ന്യൂക്ലിയസ് എങ്ങനെയെങ്കിലും കോബ്രയ്ക്ക് ബോൾ പാസ് ചെയ്യാൻ നോക്കുന്നു. അവൻ നമ്മുടെ നേരെ പാഞ്ഞു വരികയാണ്. പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ടെന്ന് തോന്നുന്നു. പേഴ്ഷ്യസിന്റെ പ്ലെയർ ദാ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. സൂക്ഷിക്ക് ഫ്രോസൺ, നീ വേഗം ചെന്ന് കോബ്രയെ തടയാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അവരെ അവിടുന്ന് മാറ്റാൻ നോക്ക്. ടു ലേറ്റ് ബഡി. ബോൾ കോബ്രയ്ക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. ദാ ഇതൊരു ഷോട്ടാണ്. ഗോൾ ആകുമോ എന്നറിയില്ല. ദാ ഇതൊരു ഗോൾ വീണ്ടും. ഇതൊരു മനോഹരമായ ഗോൾ ആയിരുന്നു. സ്കോർ ഇപ്പോൾ 2-1 ആണ്. പേഴ്ഷ്യസ് ലീഡിംഗ്. നമ്മളെ പറ്റിച്ച് അവര് ഗോൾ അടിച്ചിരിക്കുന്നു. അതെ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ഒരു കളി കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു ഗെയിം അല്ലല്ലോ, ഇതൊരു യുദ്ധമാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇതിൽ എന്ത് നടന്നാലും അത് ന്യായം തന്നെയായിരിക്കും. അത് അവരുടെ നല്ല കളിയല്ല, നമ്മളുടെ തെറ്റ് കൊണ്ട് അവർക്ക് ആ ഗോൾ കിട്ടിയത്. ഇനി എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാരും കേൾക്കൂ. ഇനി നമ്മൾ ഗോൾ അടിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഡിഫൻസിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഐസക്, ഇനി നമ്മളെന്താ ചെയ്യാ? നിങ്ങൾ വിഷമിക്കണ്ട ഗായ്സ്, ഞാൻ ഇപ്പൊ തന്നെ പുതിയ ഐഡിയ ഇറക്കാന്ന്. ഇനി സ്ട്രാറ്റജി എന്തായിരിക്കും? നീ ആ ട്രിക്സ് എന്തൊക്കെയാണെന്ന് ഞങ്ങളടുത്ത് പറ. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആ രീതിയിൽ നമുക്ക് കളിച്ചാ പോരെ? എന്താ ഇത് ടിമേ, ആ ട്രിക്സ് പറഞ്ഞാ പിന്നെ അത് സീക്രട്ട് ആവില്ലല്ലോ. ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഒട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നെങ്കിൽ നീ നേരത്തെ ഉപയോഗിച്ചേനെ. ഞാനത് ഇപ്പൊ ഉപയോഗിക്കാനാ തീരുമാനിച്ചത്. എനിക്ക് ഇനി ഒന്നും കേക്കണ്ട. നിങ്ങൾ ഫുൾ ഡിഫൻസിലെ കളിക്കുന്നത്, ഇനി ഞങ്ങൾ ഫുൾ അഫൻസ് ആണ് കളിക്കാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ കയ്യിൽ അധികം ചോയ്സ് ഒന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അറ്റാക്ക് മാത്ര. നിങ്ങൾ ഈ കളിയിൽ തോൽക്കും, നോക്കിക്കോ. നിങ്ങൾ സമാധാനിക്ക്, അവന്റെ കളിയാക്കൽ നമുക്ക് നിർത്തിക്കൊടുക്കാം. ഫ്രോസൺ, ടൈറ്റൻ, അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിക്കോ. ഞങ്ങൾ attack ചെയ്യാൻ റെഡിയാണ്. അതന്നെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഷോട്ട് അടിക്ക്. അങ്ങനെയാണെങ്കിൽ ബാക്ക് ഫീൽഡ് എംറ്റി ആവില്ലേ? വെറുതെ ഒരു റിസ്ക് എടുക്കണോ? നിനക്ക് മനസ്സിലായില്ലേ, അവർക്ക് ഇനി ഗോൾ ആവശ്യമില്ല. അവരിനി ഡിഫൻസേ കളിക്കൂ. നമ്മൾ ഇനി അഫൻസ് കളിച്ച് ഗോൾ അടിച്ചേ പറ്റൂ. നീ അങ്ങനെ ചെയ്യരുത്, അത് വലിയൊരു മണ്ടത്തരാണ്. ഇനി ഗോൾ അടിച്ച് അവര് ജയിക്കും, അത് ഓർത്തോ. ഇല്ലെല്ലാം അവര് ജയിക്കുന്ന തോന്നുന്നു. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. ഓക്കെ, നമുക്ക് ചെയ്യാം. അതന്നെ, ടീം ബെയർഫുട്ട് ഇപ്പൊ ഫുൾ ഒഫൻസിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ ടീം പേഴ്ഷ്യസും ഉണ്ട്. ഇനിയുള്ള മാച്ച് വളരെ ത്രില്ലിംഗ് ആയിരിക്കും. ടീം പേഴ്ഷ്യസ് ഇപ്പൊ നല്ല ഡിഫൻസ് മോഡിലാണ് ഉള്ളത്. ബെയർഫുട്ടിനാണെങ്കിൽ അധികം സമയവുമില്ല. ജയിക്കാനാണെങ്കിൽ അവർ 2 ഗോൾ നേടിയേ പറ്റൂ. ബെയർഫുട്ടിന് ഇത് ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, അവരെന്താ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്ന. അവൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു യുദ്ധക്കളം തന്നെയാണ്. യുദ്ധം ജയിക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കളിക്ക്, നിങ്ങളുടെ കളി ഞാനൊന്ന് കാണട്ടെ. നിർബന്ധം തന്നെയാണോ? പിന്നെ നിങ്ങൾ വിഷമിക്കരുതേ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലോ? ശരി ശരി, എല്ലാരും വേഗത്തിൽ മുന്നോട്ട് പോ. മെത്ത് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് എത്രയും വേഗം ചെല്ല്, ഗോൾ അടിക്കാൻ നോക്ക്. എനിക്ക് മനസ്സിലായി, അവര് മിത്തിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് മിത്തിനെ മാർക്ക് ചെയ്യൂ. ശരി, ഇപ്പൊ പ്ലാൻ മാറ്റിയേ പറ്റൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. മനസ്സിലായല്ലോ, ഇതാണ് പ്ലാൻ. നല്ലൊരു പ്ലാനാ, പക്ഷെ അത് നടന്നു കിട്ടിയാ കൊള്ളാം. ഓൾറൈറ്റ് ഗായ്സ്, നമുക്ക് പ്ലാൻ അനുസരിച്ച് ചെയ്യാം. 5 മിനിറ്റിൽ 2 ഗോൾ അടിക്കണം. ബെയർഫുട്ടിന്റെ സ്ട്രാറ്റജി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അടുത്ത ഏതാണ്ട് നിമിഷങ്ങൾ ബെയർഫുട്ടിന് വേണ്ടി നിർണായകരമാണ്. Come on, Satellite, goal അടിക്ക്. ഷാഡോ നോക്ക്. ഓ, അത് അങ്ങോട്ടല്ല വരുന്നത്. ആ ബോൾ പോസ്റ്റ് തട്ടി റീബൗണ്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ തന്നെ മെത്ത് ഗോൾ അടിക്ക്. വീണ്ടും ഒരു പാസ്. തമാശ കളിക്കാണോ? ഷോൺ കണ്ടോ അവർ ചുറ്റിനും ഓടുന്നത്? നീ ടെൻഷൻ ആവല്ലേ, അവർക്കും അത് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ റഷ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിസ്റ്റേക്സും ചെയ്യാൻ പാടില്ല. ഡിഫൻസ് മിനിമൈസ് ചെയ്യുക. എല്ലാരും അടുത്തടുത്ത് തന്നെ നിൽക്കണം. ബോൾ മിസ് ചെയ്യരുത്. ഓക്കെ ടൈറ്റൻ, ഇപ്പൊ അടിക്ക്. ഇത് നിന്റെ ഷോട്ടാണ്. പാഴാക്കല്ലേ, അടിക്ക്. വിഷമിക്കണ്ട, ഞാനിത് നോക്കിക്കോളാം. മിത്തിനെ നോക്കി കളിക്ക്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു പാസോ. ടീം ബെയർഫുട്ട് ഇപ്പൊ ശരിക്കും കൺട്രോളിലാണ്.
നീ ഇപ്പൊ വേഗം ഗോൾ അടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. വേണമെങ്കിൽ പാസ് ചെയ്തോ, നിനക്ക് തോന്നിയ പോലെ കളിച്ചോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല ചോദ്യം. വേഗം ഷൂട്ട് ചെയ്യ. ഇത് ന്യായമല്ല. ഒന്നൊന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ന്യായമല്ല. മിത്തിൽ നിന്ന് നിങ്ങൾ കണ്ണെടുക്കരുത്. ബോൾ നേരെ ഗോൾ പോസ്റ്റിനടുത്തേക്കാണ് പോയിരിക്കുന്നത്. നീയാണ് മിടുക്കൻ, നീ ഗോൾ അടിക്ക്. ഷാഡോ സൂക്ഷിക്ക്. കൺഗ്രാറ്റുലേഷൻസ്, ഇതൊരു ഗോളാണ്. മാച്ച് ടൈലാണ് എത്തിയിരിക്കുന്നത്. സ്കോർ 2-2. ഇനി വിന്നറിനെ തെരഞ്ഞെടുക്കാൻ ഒരു ഷൂട്ടൌട്ട് നടക്കും. കണ്ടോ, അവര് നമ്മളെ ശരിക്കും പറ്റിച്ചു. യുദ്ധത്തിലല്ല ന്യായെന്നല്ല നീ പറഞ്ഞത്. നീ എന്തൊക്കെയാ ഞങ്ങളോട് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഗോൾ അടിച്ചത് കണ്ടില്ലേ? നീ എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. പിന്നെ എനിക്കും നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നീ ശരിക്കും ഒരു നല്ല റോൾ മോഡലാണ് ഷോൺ. ഇപ്പൊ നന്നായിട്ട് കളിച്ചു, പക്ഷെ ഷൂട്ട് ഔട്ടിൽ അവർ എന്തായാലും നമ്മളെ തോൽപ്പിക്കും. അതറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെ കളിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. നീ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ നന്നായതിനേക്കാൾ നമ്മുടേതിനേക്കാളും അവരുടെ ഗോൾ വളരെ സ്ട്രോങ് ആ. കമോൺ ഡ്യൂഡ്, ഇത് ഇപ്പൊ ചെയ്യണ്ട. പക്ഷേ ഒരു ഷൂട്ടറായി നോക്കുമ്പോൾ മിത്ത് അവരുടെ പ്ലേയേഴ്സിനേക്കാളും നല്ല സ്ട്രോങ് ആണ്. നീ പറഞ്ഞത് ശരിയാ, ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അല്ല ഐസക്, ഇനി അടുത്ത പ്ലാൻ എന്താണ്? ഷാഡോ നല്ല ശ്രദ്ധാലുവാണ്. നേരത്തെ കളിയിൽ സൂര്യപ്രകാശം കാരണമാണ് അവൻ മിസ് ചെയ്തത്. അപ്പൊ അത് നമുക്കൊരു പക്കബലമാണ് അല്ലേ? കോൾ, നീ കോയിൻ ടോസ് ജയിച്ചേ പറ്റൂ. കാരണം ഏത് ഗോൾ പോസ്റ്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കണം. റൈറ്റിലുള്ള ഗോൾ പോസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ചെയ്യാലോ, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതുവരെ ഒരു ടൈം മാച്ച് കളിച്ചിട്ടേ ഇല്ല. ഇനി എന്താ ഇപ്പൊ അടുത്ത പ്ലാൻ? എനിക്കറിയില്ല, അവന് ഇഷ്ടംപോലെ ടാലന്റ് ഉണ്ട്. പെനാൽറ്റി സൈഡ് തെരഞ്ഞെടുക്കാൻ ഇനി ഒരു കോയിൻ ടോസ് നടക്കും. സൈഡ് തെരഞ്ഞെടുക്കാൻ അവരെ സമ്മതിക്കരുത്. അവർ സണ്ണി സൈഡ് തെരഞ്ഞെടുത്താൽ നമ്മൾ ഈ ഗെയിം തോറ്റത് തന്നെ. ഐ എം സോറി, ഞാൻ വിചാരിച്ചു നിങ്ങൾ എതിരെ കളിക്കുന്ന ടീമിനായിരിക്കും ചോയ്സ് ചെയ്യാൻ അനുവാദം കൊടുക്കണേന്ന്. അല്ല, എന്തായി, പേടിച്ചു പോയോ? ഇപ്പൊ നീ എന്താ പറഞ്ഞേ? നമുക്ക് തീർച്ചയായിട്ടും കമ്പീറ്റ് ചെയ്യണമെങ്കിൽ സൈഡ് ചൂസ് ചെയ്തേ പറ്റൂ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ലെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. ശരിയെന്നോ, ഇത് ഞാൻ തന്നെയായിരിക്കട്ടെ. ഞങ്ങൾ ഹെഡ്സ് തിരഞ്ഞെടുക്കുന്നു. ഇതുവരെ എന്നെ ആരും കോയിൻ ടോസിൽ തോൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ സൈഡ് തിരഞ്ഞെടുക്കുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ട് ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജയിക്കുന്ന ടീം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റീജിയണൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കളിക്കും. മാച്ച് കാണാൻ വന്ന ആൾക്കാരിൽ നല്ല ആവേശമുണ്ട്. അവരാഗ്രഹിക്കുന്ന ടീം തന്നെയായിരിക്കും ജയിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ട് കാണാൻ എല്ലാവരും നിശബ്ദമായി കാത്തിരിക്കുകയാണ്. ഷൂട്ടറും ഗോൾ കീപ്പറും പൊസിഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യാ, നീയും ഷോണും ഒരേ ടീമിന് വേണ്ടി കളിച്ചാ നിങ്ങളെ ആർക്കും ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നതൊന്നും ന്യായമായതല്ല. ഈ മാച്ച് ജയിച്ചാലും അതുകൊണ്ട് ഞാൻ അഭിമാനിക്കില്ല. ഞാൻ പോയതിനു ശേഷം നാഷണൽ ടൂർണമെന്റ് കളിക്കാൻ ആരെങ്കിലും കൂടെ വേണം. ആരെയാണെന്ന് തീരുമാനിച്ചോ? നിനക്ക് അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ?
വേണ്ട അമിത്, അവിടെ നിൽക്കൂ. ഫുഡിലെ കൺട്രോളർ ടൈം ഔട്ടിന് വിളിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജിജിഒ നാഷണൽ ടൂർണമെന്റിൽ നമ്മൾ ഒരുമിച്ച് കളിക്കും.